നമസ്കാരം. കർണാടകയിലെ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലം ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ ഏറ്റവും അധികം വാർത്തകളിൽ ഇടം പിടിച്ച ഒരു മണ്ഡലം കൂടിയാണിത്. നമുക്കറിയാം, അവിടെ സിറ്റിംഗ് എം പി ആയ സുമലതയ്ക്ക് BJP സീറ്റ് നൽകുമോ ഇല്ലയോ എന്നത് തന്നെയായിരുന്നു ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം നേടിയിരുന്നതും. എന്നാൽ ഇപ്പോഴിതാ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയും JDSന്റെ അധ്യക്ഷനുമായ HD കുമാരസ്വാമിക്ക് വേണ്ടി സുമലത വോട്ട് തേടി ഇറങ്ങുമോ അല്ലെങ്കിൽ പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മണ്ഡലത്തിൽ BJP ടിക്കറ്റ് പ്രതീക്ഷിച്ച് സുമലത കാത്തിരുന്നു എങ്കിൽ പോലും നിരാശയായിരുന്നു ഒടുക്കം ഫലം. എന്തായാലും അനുഭാവികളോടും തന്റെ അഭ്യുദയ ആകാംക്ഷികളോടും ഒക്കെ കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനമുണ്ടാകൂ എന്ന് സുമലത ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷനായ BV വിജയേന്ദ്രയോടാണ് സുമലത തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സുമലതയുടെ ഭാഗത്തു നിന്നും ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടായേക്കാം എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വീണ്ടും മണ്ഡ്യയിൽ നിന്നും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചേക്കാം എന്ന തരത്തിലായിരുന്നു ഇതൊക്കെയും ചർച്ചകൾക്ക് വഴിവെച്ചത്. എന്നാൽ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ JDSന്റെ നേതൃത്വവും അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ BJP നേതൃത്വവും ഒരുമിച്ച് സുമലതയെ സമീപിക്കുകയായിരുന്നു. അതിനുശേഷമാണ് BV വിജയേന്ദ്രയുടെ ഭാഗത്ത് നിന്നും ഈ സഖ്യത്തിൽ ഒരു പിളർപ്പുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള ഒരു അഭ്യർത്ഥന ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ JDSന്റെ ഭാഗത്തു നിന്നും അവർ പറഞ്ഞു, സുമലതയുടെ സഹകരണം തങ്ങൾക്ക് അനിവാര്യമാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിൽക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കരുത് എന്ന അഭ്യർത്ഥന ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒന്നിനോടും ഒരു അനുഭാവപൂർണമായ പ്രതികരണമായിരുന്നില്ല തുടക്കത്തിൽ സുമലത നടത്തിയിരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്റെ അനുഭാവികളുമായി അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള നേതാക്കളുമായി ഒക്കെ കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമേ ഒരു തീരുമാനം ഉണ്ടാകൂ എന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് സുമലത മണ്ഡ്യയിൽ അവരുടെ പ്രാദേശിക നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സുമലതയുടെ തീരുമാനം മുന്നണിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും BJPയുടെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനായ BV വിജയേന്ദ്രയെ സുമലതയുടെ അടുക്കലേക്ക് BJP പറഞ്ഞയച്ചതും. ഈ മണ്ഡ്യ ലോക്സഭാ ടിക്കറ്റ് JDSന് വിട്ടു നൽകിയതിലുള്ള കടുത്ത നീരസം ഇപ്പോഴും സുമലതയ്ക്കുണ്ട്. എന്തുകൊണ്ടും BJP മത്സരിക്കേണ്ട സീറ്റാണ് ഇതെന്നും സിറ്റിംഗ് സീറ്റിൽ താൻ തന്നെ ജനവിധി തേടിയിരുന്നുവെങ്കിൽ ഉറപ്പായും വിജയിച്ചേനെ എന്നുകൂടി അവർ വ്യക്തമാക്കിയിരുന്നു. കുമാരസ്വാമിയുടെ നിലവിലെ സാഹചര്യം മണ്ഡ്യയിൽ വിജയം ഉറപ്പിക്കാൻ ഉതകുന്നതല്ല എന്നുള്ള ഒരു പരാമർശം കൂടി അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കെത്തിയ എല്ലാവരോടും സുമലത ഇത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞതും. എന്തായാലും സുമലത ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അത് കുമാരസ്വാമിക്ക് ഒട്ടും തന്നെ അനുകൂലമായ സാഹചര്യം ഒരുക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരാജയം രുചിക്കേണ്ടി വരുമെന്നുള്ള കടുത്ത ആശങ്ക NDA നേതൃത്വത്തിനുണ്ട്. സിറ്റിംഗ് MP എന്ന നിലയ്ക്കും മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുള്ള നടൻ MH അംബരീഷിന്റെ വിധവ എന്ന നിലയിലുമൊക്കെ സുമലതയ്ക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനം മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് JDSന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ സുമലത വിരുദ്ധ പരാമർശങ്ങളൊക്കെ തെല്ലൊന്ന് കുറച്ചിട്ടുണ്ട്. സുമലത ഒരിക്കലും JDSന്റെ ശത്രുവല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി കുമാരസ്വാമിയുടെ ഭാഗത്ത് നിന്നും വന്നു കഴിഞ്ഞു. നമുക്കറിയാം, 2019 കുമാരസ്വാമിയുടെ മകനായ നിഖിൽ കുമാരസ്വാമിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു സുമലത മണ്ഡ്യയിൽ നിന്നും ലോക്സഭയിലേക്ക് നടന്നു കയറിയത്. അന്ന് JDS കോൺഗ്രസ് സഖ്യം നിലവിൽ ഉണ്ടായിരുന്നെങ്കിലും മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ട് പ്രാദേശിക കോൺഗ്രസുകാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന സുമലതയ്ക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. 1.25 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് സുമലത ഒറ്റയ്ക്ക് വിജയിച്ചു കയറിയത്. ഇത്തവണ നിഖിൽ കുമാരസ്വാമി അല്ല, പകരം കുമാരസ്വാമിയാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന് പിന്നിലും കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. എന്തായാലും മാണ്ഡ്യയിൽ കുമാരസ്വാമി വിജയിച്ചു കയറുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയാകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, നിലവിൽ പ്രതിനിധാനം ചെയ്യുന്ന ചന്നപട്ടണ മണ്ഡലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മകനെ കളത്തിലിറക്കി ആ സീറ്റും സുരക്ഷിതമാക്കാനുള്ള നീക്കമാണ് JDSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും വിമത പക്ഷത്ത് തന്നെയാണ് സുമലത നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സുമലതയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്വം മുതൽ ഗവർണർ പദവി വരെ BJPയുടെ ദേശീയ നേതൃത്വം വാഗ്ദാനം ചെയ്തതായാണ് വിവരം. ഏതെങ്കിലും സംസ്ഥാനത്ത് അടുത്ത് തന്നെ ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സീറ്റിൽ ജയിപ്പിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകാമെന്നും JP നദ്ദ ഉൾപ്പെടെയുള്ള ആളുകൾ സുമലതയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിവിടെ ഒരു വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.
അടുത്തതായി വരുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൂടെ സുമലതയെ സേഫ് ആക്കുക എന്ന ഒരു ഉദ്ദേശം തന്നെയാണ് BJPക്കും ഉള്ളത്. എന്തായാലും സുമലത കുമാരസ്വാമിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത്ര എളുപ്പത്തിൽ കുമാരസ്വാമിക്ക് വിജയിച്ച് കയറാൻ സാധിക്കില്ല. കാരണം BJPയുമായുള്ള ഒരു കൂട്ടുകെട്ട് അത് അത്ര പ്രോത്സാഹിപ്പിക്കാത്ത കർഷക മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ളവർ വോട്ടർമാരായ രാമനഗര പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ മണ്ഡ്യ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDSന്റെ സ്ഥാനാർത്ഥികളോട് ഒരു ദയയും അവർ കാണിച്ചതുമില്ല. ഈ JDSന്റെ അംഗബലം 19 ചുരുങ്ങാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയായിരുന്നു. നമുക്കറിയാം, കുമാരസ്വാമിയുടെ മകനായ നിഖിൽ കുമാരസ്വാമി JDSന്റെ ശക്തി കേന്ദ്രമായ രാമനഗരയിൽ പരാജയപ്പെട്ടത് അവർക്ക് നൽകിയ ആഘാതം ചെറുതായിരുന്നില്ല. NDA മുന്നണി പ്രവേശത്തോടെ JDSലെ മുസ്ലിം വിഭാഗം നേതാക്കളെല്ലാം തന്നെ നേരത്തെ പാർട്ടി വിട്ട് പടിയിറങ്ങി പോയിരുന്നു. JDS അധ്യക്ഷനായിരുന്ന CM ഇബ്രാഹിം BJPയുമായുള്ള കൂട്ടുകെട്ട് ചോദ്യം ചെയ്ത് വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡ്യയിൽ മുസ്ലിം വിഭാഗത്തിന് JDSനോടുള്ള അനിഷ്ടം അത് പ്രകടമാണ്. ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നും JDSന് കയറണമെങ്കിൽ തീർച്ചയായും സുമലതയുടെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ സുമലതയുമായി തിരക്കിട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സുമലത അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കും. തന്റെ കൂടെയുള്ള നേതാക്കളോടും അഭ്യുദയ ആകാംക്ഷികളോടും ഒക്കെ ചോദിച്ച ശേഷം മാത്രമായിരിക്കും അത് എന്ന് സാരം. നിലവിൽ എന്തായാലും BJPക്കും JDSനും ഒന്നും തിരിച്ചടിയാവുന്ന തരത്തിൽ സുമലതയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഉണ്ടാവില്ല. പ്രത്യേകിച്ചും അവർക്ക് ഗവർണർ പദവി മുതൽ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പദം വരെ BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള അണിയറയിലുള്ള സംസാരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനമായിരിക്കും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് തന്നെയാണ് നേതൃത്വവും അവിടെ പ്രതീക്ഷിക്കുന്നത്.